നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിന്റെ 8ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 12-ന് സാന്റ് ജോസഫ് സ്കൂളിൽ നടക്കുന്ന സ്നേഹസന്ധ്യ പരിപാടിയുടെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി IAS ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിന്റെ 8ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 12-ന് സെന്റ് ജോസഫ് സ്കൂളിൽ നടക്കുന്ന സ്നേഹസന്ധ്യ പരിപാടിയുടെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ധർമ്മടം മീത്തലെ പീടികയിൽ സ്നേഹക്കൂട്ടിൽ തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് കേരളത്തിൽ കൂടിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു ഏജിങ് പോപ്പുലേഷൻ്റെ ചാലഞ്ചാണ് വരുന്നത്. ഇന്ത്യയിലെ ഇത് മൊത്തമായിട്ടുള്ള ഒരു എല്ലാ സംസ്ഥാനത്തിൽ എങ്ങനെയായിട്ടുള്ള ഒരു ചാലഞ്ച് വരും. പക്ഷേ കേരളത്തിലാണ് ഏറ്റവും ഏർലി ആയിട്ടുള്ള ഈ ചാലഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മലയാളിയില്ല, പക്ഷേ കേരളത്തിൻ്റെ എന്ത് മോഡലാണ് അത് ഞാൻ പഠിച്ചു. ആരോഗ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും കേരള മോഡലാണ്. അതൊരു ഫുൾ ഇന്ത്യയിലാണ് ഇങ്ങനെയായിട്ടുള്ള ഒരു എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അത് കാരണം എന്തെങ്കിലും ചാലഞ്ച് കേരള ആദ്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത്. അത് കാരണം ഈ വയോജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കെയർ ആണ്, അതിലെ നമുക്ക് ഒരു മോഡൽ രൂപിക്കാനാണ് ആവശ്യം. സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സ്നേഹക്കൂടിന്റെ പ്രവർത്തനങ്ങളെ സബ് കളക്ടർ അനുമോദിച്ചു. ചടങ്ങിൽ MP അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ജാവാദ് അഹമ്മദ്, സജീവ് മാറോളി, PK വസന്തൻ, PV ലക്ഷ്മണൻ, ദിലീപൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മേജർ P ഗോവിന്ദൻ സ്വാഗതവും KS ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡയാലിസിസ് സെന്ററും അതുപോലെ ഹോസ്പൈസ്, പാലിയേറ്റീവ് ഹോസ്പിറ്റലും ഫിസിയോതെറാപ്പി യൂണിറ്റും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാവാൻ ഉള്ള പരിശ്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. സമഗ്ര ന്യൂസ്, തലശ്ശേരി.